ആങ്സൈറ്റിയും ഫിയറും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് കുട്ടികളിൽ. വെറീസ് ആണല്ലോ ബേസിക്കലി. എന്താവും, ചീത്ത കേൾക്കോ, വഴക്ക് കേൾക്കോ, ചെയ്താൽ തെറ്റോ, പ്രശ്നമാവോ. നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോഴേ ഇത് ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലേ? അതെ. അതിന്റെ മുന്നേ നമ്മൾ വാഴ സിനിമയിൽ കണ്ട അതേ പാറ്റേൺസ് ആണ്. ഇപ്പൊ വാഴ 2യുടെ കാര്യം പറഞ്ഞല്ലോ, അതിലൊരു പാരന്റിങ് മെത്തേഡ് ഉണ്ട്, ഫോഴ്സ്ഫുള്ളി റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം എൽഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പാരന്റിനെ പോലെ മോർ റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യം, എല്ലാവരുടെയും ഇമോഷൻസിനെ മനസ്സിലാക്കി പെരുമാറേണ്ട ആവശ്യം. നമ്മൾ ഈ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രഗ്നൻസിയുടെ ഏജിനെ പറ്റിയുള്ള കോൺവെർസേഷൻസ് ഉണ്ട്, സ്പേം ക്വാളിറ്റി, എഗ് ക്വാളിറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ പല രീതിയിൽ പല ആളുകളെ ആൻഷ്യസ് ആക്കുന്നതും കൂടി ഉണ്ട്. കുട്ടികളെ നാട്ടിലാക്കി വിദേശത്തേക്ക് പോകുന്ന അച്ഛനമ്മമാർ, പിന്നീട് ഈ പാരന്റ്സും ഈ കുട്ടിയും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ കണക്ഷൻ അതവിടെ ഇല്ലാണ്ടാവുകയാണ്. ഈ കുട്ടികളെ ഉണ്ടാക്കുന്നതിന് മുന്നേ ആണ് ആലോചന വരേണ്ടത്, കുട്ടികളെ ഉണ്ടാക്കിയ ശേഷമല്ല. എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ, ഞാൻ ഫോൺ മിസ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ, എൻ്റെ ഫ്രണ്ട്ഷിപ്പിനൊന്നും വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ, എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരെ ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണോ. ഇതുപോലെ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ആലോചിക്കാം. ഞാനൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് വലിയ വലിയ ആൾക്കാരാണ് ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് സ്കൂൾ കുട്ടികൾ ഡ്രഗ് യൂസ് ചെയ്യുന്നതും ഒത്തിരി ന്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടികൾക്ക് ഇങ്ങനൊരു ചിന്ത വരുന്നത്? നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോഴേ ഇത് ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലേ? അതെ. അതിന്റെ മുന്നേ അതുവരെ നമ്മളത് അറിയുന്നില്ല. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ വാഴ സിനിമയിൽ കണ്ട അതേ പാറ്റേൺസ് ആണ്. കളിക്കാൻ സ്ഥലമില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ വൈകിട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഫ്രണ്ട്സിനെ തന്നെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ വീട്ടിൽ ചോദിക്കും, ഇത്രയും നേരം കണ്ടിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് എന്താ പറയാനുള്ളത്? ജസ്റ്റ് ആ ഒരു കമൻറ്റിൽ കുട്ടിക്ക് എന്തൊക്കെ തോന്നാമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ, ഞാൻ ഫോൺ മിസ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ, എൻ്റെ ഫ്രണ്ട്ഷിപ്പിനൊന്നും വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ, എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരെ ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണോ, എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് പോലെയല്ലേ എനിക്ക് ഫീൽ ചെയ്യുന്നത്, എനിക്കൊരു വോയിസ് ഇല്ലേ, എനിക്കൊരു ആഗ്രഹങ്ങളില്ലേ. ഇതുപോലെ ഞാൻ ഇപ്പോൾ 5-6 പറഞ്ഞു. ഇതുപോലെ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ആലോചിക്കാം. അവരുടെ ഫീലിങ്സിനൊന്നും അഡൾട്ട് ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന റിലേഷൻസിന്റെ ഡെപ്തിന്റെ അത്ര ഇല്ല എന്നുള്ള തോന്നലുകൊണ്ടാണോ? ഇപ്പോൾ വാഴ 2യുടെ കാര്യം പറഞ്ഞല്ലോ, ലൈക്ക് അതിലൊരു പാരന്റിങ് മെത്തേഡ് ഉണ്ട്, ഹാഷിറും ഹാഷിറിന്റെ അനിയനും. അപ്പോൾ ഹാഷിറിന്റെ അനിയനെ പല കാര്യങ്ങളിലും ഹാഷിർ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ഫോഴ്സ്ഫുള്ളി റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട് ഹാഷിറിന്റെ അമ്മ. ഇതുകൊണ്ട് തന്നെ ഹാഷിറിന് ആ കുട്ടിയോട് വരുന്ന ഒരു ശത്രുതയാണ്, ലൈക്ക് ഒരു സ്നേഹം വരുന്നത് പിന്നീട് ക്ലൈമാക്സ് ആ ഒരു സീനൊക്കെ ആകുമ്പോഴാണ്. ഈ ഒരു പ്രവണത ഒരു ഫോഴ്സ്ഫുള്ളി റെസ്പോൺസിബിൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരാളെ എത്രത്തോളം ബാധിക്കാറുണ്ട്? എൽഡർ ആയിട്ടുള്ള കുട്ടികൾക്ക് എപ്പോഴും, എല്ലാ കുട്ടികളും അങ്ങനെയൊന്നല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം എൽഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു പാരൻറ്റിനെ പോലെ മോർ റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യം, പറഞ്ഞോ പറയാതെയോ എല്ലാവരുടെയും ഇമോഷൻസിനെ മനസ്സിലാക്കി പെരുമാറേണ്ട ആവശ്യം, അങ്ങനത്തെ ഒരുപാട് നമ്മൾ പറയാതെ പറഞ്ഞു വയ്ക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ഫസ്റ്റ് ബോൺ ചിൽഡ്രൻ അവരുടെ അടുത്ത് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ആദ്യത്തെ കുട്ടിയാണ്. അപ്പോൾ എങ്ങനെ ഒരു കുട്ടീനെ ഉണ്ടാക്കി വലുതാക്കി ശരിയാക്കി കൊണ്ടുവരണം, ശരിയാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. മനസ്സിലുണ്ട്. എന്താണ് ഇവർ ഈ ശരിയാക്കണേ എന്നുള്ളത് അവർക്ക് തന്നെ അറിയുമോ എന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷേ കുട്ടീനെ അങ്ങോട്ട് ശരിയാക്കണം എന്നുള്ള രൂപത്തിലാണ് ആ ഫസ്റ്റ് കിഡിനെ അവർ ട്രീറ്റ് ചെയ്യണത്. ബെസ്റ്റ് കൊടുക്കണം, ബെസ്റ്റ് ആക്കണം. അറിയാതെ ഈ ബെസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ തിരിച്ചുള്ള എക്സ്പെക്റ്റേഷനും ബെസ്റ്റ് കിട്ടണം എന്നുണ്ടല്ലോ അവിടുന്ന്. അത് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റണില്ലെങ്കിലോ, കുട്ടി ഫെയിലായി എന്നുള്ള ഫീല് കുട്ടിക്ക് വരില്ലേ? ഇതുപോലെ നമ്മൾ പറയാതെ പറയുന്ന കുറേ ഇമോഷൻസിലൂടെയും ഫീലിങ്സിലൂടെയും റെസ്പോൺസിബിലിറ്റിയിലൂടെയും ചില സമയത്തൊക്കെ പാരൻറ്റിഫിക്കേഷൻ എന്ന് പറയും. അതായത് പാരൻസിനും കൂടി അവരുടെ ഇമോഷൻസിനും കൂടി മനസ്സിലാക്കി കുട്ടി പെരുമാറണം എന്ന് പറയുന്നൊരവസ്ഥ. ഇപ്പോൾ ഉമ്മ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് കുട്ടി മനസ്സിലാക്കണം. അവരുടെ ഇമോഷൻസ് ഓക്കെ അല്ലെന്ന് നോക്കിയിട്ട് വേണം കുട്ടിക്ക് വല്ലതും പറയണമെങ്കിൽ പറയാൻ. പലപ്പോഴും പറയാൻ പറ്റാതെ പോകാറുണ്ട്. ഈ പാരൻറ്റിഫിക്കേഷൻ നടന്നു എന്നുള്ളതൊന്നും നമ്മളാരും ഇരുന്ന് ആലോചിക്കുന്നില്ലല്ലോ. നമ്മൾ പലരും അതിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവും. ഇത് പാരൻസിന് കുറ്റം പറയല്ല കേട്ടോ, അവരും അറിയാതെ ചെയ്തു പോകുന്നതാവും. കുട്ടികളുടെ ഇടയിൽ കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ അടുത്ത കിഡ് വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് കൺസേൺ കൂടുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസസ്, ഒറ്റപ്പെടലുണ്ടാവും. ചില കുട്ടികൾ പക്ഷേ ഇഷ്ടപ്പെട്ട് സിബ്ലിംഗ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന, ഒറ്റയ്ക്കാണെന്ന് ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. എനിക്കെന്താ വാവയില്ലാത്തത് എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവിടെ കുട്ടി ഓക്കെയാണ്, റെഡിയാണ്.
ആ നീഡുണ്ട്. അതെ. പക്ഷെ അല്ലാത്തടത്ത് ചിലപ്പോൾ കുട്ടിക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടിക്കില്ലാത്ത പ്രശ്നം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ മറ്റേ കുട്ടിയെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിയെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി മറ്റേ കുട്ടിക്ക് കൊടുക്കുമ്പോൾ. നമ്മുടെ കുട്ടികളിൽ വരുന്ന ആൻസൈറ്റി ഇത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? കുട്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ പെട്ടെന്ന് സൈലൻ്റായി പോകുന്നത് പോലത്തെ സിറ്റുവേഷൻസ്, പിന്നെ സ്കൂളിലേക്കൊക്കെ പോകാനുള്ള മടി, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ പോകാനുള്ള മടി, ചില ടീച്ചേഴ്സ് ഉള്ള ദിവസങ്ങളിൽ പോകാനുള്ള പേടി, വയറുവേദന, തലവേദന, ഇങ്ങനത്തെ ഓരോ എക്സ്ക്യൂസസ് നമ്മൾക്ക് തോന്നും എക്സ്ക്യൂസ് ആണെന്ന്, പക്ഷെ അവരവരുടെ ഫിയറിൻ്റെ പുറത്താണ് പറയുന്നത്. ആങ്സൈറ്റിയും ഫിയറും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് കുട്ടികളിൽ. വറീസ് ആണല്ലോ ബേസിക്കലി. എന്താവും, ചീത്ത കേൾക്കുമോ, വഴക്ക് കേൾക്കുമോ, ചെയ്താൽ തെറ്റോ, പ്രശ്നമാവോ, മനസ്സിലാക്കുമോ, ചിലപ്പം ക്ലാസ്സിൽ ബുള്ളിങ് കിട്ടുന്നുണ്ടാവാം, ക്ലാസ്സിൽ പോകാനുള്ള പേടി ഉണ്ടാവാം, കുട്ടികൾ എല്ലാവരും കൂടി നാണം കെടുത്തു എന്നുള്ള പേടി ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ, ഇതൊന്നും ഒരു പ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പം റീസെൻ്റ്ലി കണ്ടൊരു ക്ലയൻറ്റിൻ്റെ കുട്ടി 2nd സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടേ ഉള്ളൂ. കുട്ടി പറയുന്നത് എന്നെ സ്കൂൾ മാറ്റുമോ എന്നുള്ളതാണ് കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താന്നുള്ളത് ഇവർ പ്രായത്തിൻ്റെ മടിയായിട്ടാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കുട്ടിയുടെ തന്നെ ഒരു ക്ലാസ്മേറ്റിൻ്റെ വീട്ടിൽ ആക്സിഡൻ്റലി ഇവർ പോകുന്ന സമയത്ത്, കോൺവെർസേഷൻസ് വന്ന സമയത്താണ് മനസ്സിലാവുന്നത് ആ കുട്ടിയെ മാത്രം പലരും കളിക്കാൻ കൂട്ടാറില്ല, അങ്ങനെ ഇങ്ങനെ കുറേ. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് വന്ന സമയത്ത് കുട്ടി ക്ലാസ്സിൽ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ശേഷം എല്ലാവർക്കും ആ കുട്ടിയുടെ അടുത്തൊരു കുട്ടി ഐസൊലേറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പറയുന്നത്. പക്ഷേ ഈ യൂറിൻ പാസ് ചെയ്തൊരു കുട്ടി ക്ലാസ്സിലെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഒരു ആങ്സൈറ്റിയുടെ സിംറ്റമാണത്. നമ്മൾ പറയും ബെഡ് വെറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടോ നോക്കും, നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ എപ്പോഴും ഏതെങ്കിലും ഒരു പാരൻറ്റുമായിട്ടോ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കൂടെയോ ക്ലിങ്ങി ആയിട്ട് അവരുടെ കൂടെ അവരെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുന്ന രീതികൾ, ഇവരെ കണ്ടിട്ടില്ലെങ്കിൽ അപ്സെറ്റ് ആവുന്നത് പോലെയോ അവർ വേണം എന്നുള്ള പോലെയോ, അല്ലെങ്കിൽ ചില കുട്ടികൾ എപ്പോഴും അവരെ എടുക്കണം എന്ന് പറയും, എടുത്ത് നമ്മൾ കയ്യിൽ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറയും. ഇതൊക്കെ പലപ്പോഴും ചെറിയ രീതിയിലുള്ള കുട്ടികളിലുള്ള ആങ്സൈറ്റിയുടെ സിംറ്റമാണ്. അതുപോലെ തന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഒറ്റയ്ക്ക് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ ഒരു പ്രായമുണ്ട് കേട്ടോ. വളരെ കുഞ്ഞിലെ കുട്ടികൾ ഇതെല്ലാം ചെയ്യാൻ പറ്റണം എന്നില്ല, പക്ഷെ ഒരു പ്രായം കഴിഞ്ഞിട്ടും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇതിൻ്റെ പല സിംറ്റംസ് ആണ്. ചില സമയത്ത് ദേഷ്യം ഉണ്ടാവാം, അഗ്രഷൻ്റെ രൂപത്തിലാവാം, വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടാൻട്രംസ് കാണിക്കുന്നുണ്ടാവും. ഇതൊക്കെ ടെൻഷൻ്റെയും ആങ്സൈറ്റിയുടെയും സിംറ്റം ആണ് ബേസിക്കലി. ഇതിൽ നിന്നൊക്കെ ഒരു കുട്ടിയെ നമുക്ക് എങ്ങനെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും? നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് പാടൊന്നുമല്ല. പക്ഷെ നിങ്ങൾ അതിനായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ടൈം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അവരുടെ ഒരു കമ്പാനിയനായിട്ട് അവർക്ക് ഫീൽ ചെയ്താലേ അവരങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും, കാഷ്വലി ഷെയർ ചെയ്യാൻ, അല്ലാതെ നമ്മൾ അഡൽട്ട് ലൈഫിൽ ഷെയർ ചെയ്യുന്നത് പോലെ ഇതൊന്ന് സംസാരിക്കണമല്ലോ, ആരെങ്കിലും വേണമല്ലോ, അല്ലെങ്കിൽ പാർട്ട്ണർ അടുത്തതൊന്ന്, ആ ഒരു തോട്ടിലല്ല. അവർക്ക് തോന്നുന്നത് ഒഴുക്ക് പോലെയാണ് അവർക്ക് വരും. നമ്മൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ പറയും, കമൻസ് ആയിട്ട് വരും. കൂടുതൽ അവരുടെ കൂടെ കളിച്ചു നോക്കും നിങ്ങൾ, എല്ലാവരും തനിയെ പുറത്ത് വരും. അവരുടെ കമ്പനിക്കാരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എഫേർട്ട്ലെസ് ആയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യുന്ന രൂപത്തിലേക്ക് വരും. നിങ്ങളൊരു നോൺ ജഡ്ജ്മെൻ്റൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് മാറാം, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള. ചില സമയത്ത് ഒരേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുകയും ചെയ്യും, ചില സമയത്ത് പോട്ടെ എന്നും പറയുകയാണെങ്കിൽ കുട്ടി കൺഫ്യൂസ്ഡ് ആയില്ലേ. ഇങ്ങനത്തെ കൺഫ്യൂസിങ് റെസ്പോൺസസ് ഒന്നും കൊടുക്കാതെ പ്രെഡിക്റ്റബിൾ ആയിട്ട് മാറാൻ നോക്കുക. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികളെ നാട്ടിലാക്കി വിദേശത്തേക്ക് പോകുന്ന അച്ഛനമ്മമാർ. മേ ബി അവർക്ക് ഗുഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും അവരുടെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇത് പല കുട്ടികളിലും പിന്നീട് ഈ പാരൻസും ഈ കുട്ടിയും തമ്മിലുള്ളൊരു അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ കണക്ഷൻ അതവിടെ ഇല്ലാണ്ടാവുകയാണ്. അപ്പം ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പാരൻസിനെ പറ്റിയും കൂടി ആലോചിക്കണം. ഒരുപാട് ക്ലയൻറ്റ്സ് അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം എന്താ പറയുക, പുറത്ത് ജീവിക്കുന്ന സിറ്റുവേഷൻസ് പലർക്കും പലതാണ്. എല്ലാവരും വെൽ സെറ്റിൽഡ് ആയിട്ടൊന്നും അല്ല പുറത്ത് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെയുള്ള ലോണും പല കാര്യങ്ങളും ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അതിൻ്റെ ഇടയിൽ കൂടെ മാരേജ് ഉണ്ടാവും, കുട്ടി ഉണ്ടാവുന്നു, പ്രഗ്നൻസി, അതിൻ്റെ ഇടയിൽ അവിടെ പഠിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ പാർട്ട് ടൈം ജോബും ചെയ്യുന്നുണ്ടാവാം. വല്ലാത്തൊരവസ്ഥയിൽ കൂടെയൊക്കെയാണ് പുറത്തുകൂടെ പഠിക്കാൻ പോകുന്നതും പഠിച്ചിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഈവൻ കരിയർ ഷിഫ്റ്റ് ചെയ്ത് സ്വിച്ച് ചെയ്ത്
വേറെ എന്തൊക്കെയോ കോഴ്സിന് ജോയിൻ ചെയ്ത് വല്ലാത്ത അവസ്ഥയാണ്. അപ്പം ചില സിറ്റുവേഷൻസിൽ കുട്ടികളെ അപ്പം നോക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ഒക്കെ ആക്കി പോകേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പം അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഗിൽറ്റ് ഫീൽ ചെയ്യിക്കുന്നത് പോലെയാവും. ആസ് എ പാരൻറ്റ് ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന്. മനസ്സിലായോ? അപ്പോൾ വേറെ വഴിയില്ലെങ്കിൽ കുട്ടിക്കൊരു സേഫ് പേഴ്സൺ ആ ഒരു പ്രായത്തിൽ വേണം എന്നുള്ളത് കൊണ്ട് ഗ്രാൻഡ് പാരൻസിനെയോ അല്ലെങ്കിൽ ഇമോഷണലി റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു അഡൾട്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നോക്കാനും കൂടെ വിടുന്നതിൽ തെറ്റില്ല. ഇനി ഇതിൻ്റെയൊക്കെ മുന്നേ ഈ കുട്ടികളെ ഉണ്ടാക്കുന്നതിന് മുന്നേ ആണ് ആലോചന വരേണ്ടത്, കുട്ടികളെ ഉണ്ടാക്കിയ ശേഷമല്ല. എക്സാക്ട്ലി. മനസ്സിലുണ്ടോ? പല സൊസൈറ്റിയിൽ പ്രഷറോ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷറോ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറോ കാരണം ഈ പ്രായമാകുമ്പോഴത്തേക്കും കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും ഉണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ ഈ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല ഏരിയയിലും കോൺവെർസേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ പ്രഗ്നൻസിയുടെ ഏജിനെ പറ്റിയുള്ള കോൺവെർസേഷൻസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ കുട്ടികളുടെ സ്പേം ക്വാളിറ്റി എഗ് ക്വാളിറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ പല രീതിയിൽ പല ആളുകളെ ആങ്ഷ്യസ് ആക്കുന്നതും കൂടി ഉണ്ട്. ഇൻഫർമേഷൻ മാത്രമായിട്ടല്ല എടുക്കുന്നത്, അതൊരു എന്താ ചെയ്യാന്നുള്ളൊരു ഫിയർ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പുറത്തൊക്കെ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് പറയും. അപ്പം രണ്ടുപേരും റെസ്പോൺസിബിൾ ആവാൻ റെഡി ആവണമെന്നില്ല, അവൈലബിൾ ആവാൻ റെഡി ആവണമെന്നില്ല, അവരുടെ ഇടയിലുള്ള ഇമോഷൻസും ഫൈറ്റും തന്നെ സെറ്റിൽഡ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും കല്യാണം കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ 3 വർഷത്തിനുള്ളിൽ കുട്ടീനാക്കി വെച്ചിട്ട് നമുക്ക് ഒരു ടാസ്ക് പോലെയൊക്കെയാണ് കാണുന്നത്. മനസ്സിലായി? കുട്ടി ആ പ്രായത്തിലുണ്ടാവേണ്ടത് അത് ഓക്കെ, ഇനി അടുത്തത് എന്താ, ആ രീതിയിലേക്ക് പോകുമ്പോൾ കുട്ടി ഒരു ടാസ്ക്കായിട്ട് ഇപ്പോൾ തീരൂല, അത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു പ്രായം വരെ സ്വയം പോവാൻ റെഡി ആവുന്നത് വരെ നമ്മൾ കോൺസ്റ്റൻ്റ് അറ്റൻഷൻ, ഓവർലി ഇൻവോൾവ് ആവണ്ട, പക്ഷേ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരാൾ കൂടെ വരികയാണ്. അത് വളരെ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് രണ്ടുപേരും കുട്ടികളെ ഉണ്ടാക്കുന്നതിന് മുന്നേ ഇരുന്ന് സംസാരിക്കണം. എന്തൊക്കെ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എടുക്കും, ആര് അവൈലബിൾ ആവും, എങ്ങനെ നമ്മൾ ഡ്യൂട്ടി ടൈം മാനേജ് ചെയ്യും, കുട്ടിയെ ഫീഡ് ചെയ്യണം, ഉറക്കണം, ക്ലീൻ ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം കുട്ടികളെ ഉണ്ടാക്കുന്ന ഈസി പ്രോസസ്സാണ്. പക്ഷെ കുട്ടികളെ നോക്കി വളർത്തുന്നത് അത്ര ഈസി അല്ല. നമ്മൾ ഇമോഷണലി റെഗുലേറ്റഡ് ആവണം.